ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. വർഷകാല സമ്മേളനം നടക്കുന്ന പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇന്നും നടപടികൾ തടസ്സപ്പെട്ടു. ഇരുസഭകളും 2 മണിവരെ പിരിഞ്ഞു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ സപ്ലൈകോയ്ക്ക് സാധിക്കുന്നുണ്ടെന്ന് മന്ത്രി ജി.ആർ. അനിൽ. കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കർശന ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്തെ ക്ഷീര കർഷകരുടെ ക്ഷേമം ഉറപ്പാക്കാനും ജനങ്ങൾക്ക് ഗുണനിലവാരമുള്ള പാൽ ലഭ്യമാക്കാനും മിൽമ നിർണായക പങ്ക് വഹിച്ചതായി മന്ത്രി ജെ. ചിഞ്ചുറാണി. രാജ്യത്ത് 6 സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്കുള്ള ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്തും ശക്തമായ മഴ തുടരും. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. വർഷകാല സമ്മേളനം നടക്കുന്ന പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇന്നും നടപടികൾ തടസ്സപ്പെട്ടു. ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയം ഉന്നയിച്ചാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. ബഹളം രൂക്ഷമായതോടെ രാജ്യസഭ 2 മണിവരെ പിരിഞ്ഞു. ലോക്സഭയിലും സമാന സാഹചര്യമായിരുന്നു. ഇന്ന് സഭ സമ്മേളിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് ബഹളം തുടങ്ങി. തുടർന്ന് സ്പീക്കർ 12 മണിവരെ സഭ നിർത്തിവയ്ക്കുന്നതായി അറിയിച്ചു. വീണ്ടും സഭ ആരംഭിച്ചപ്പോഴും തൽസ്ഥിതി തുടർന്നതിനാൽ ലോക്സഭയും 2 മണിവരെ നിർത്തുകയായിരുന്നു. വികസിത് കൃഷി സങ്കൽപ് അഭിയാൻ ഒക്ടോബർ 3-ന് ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കർഷകരും കാർഷിക മേഖലയിലെ ശാസ്ത്രജ്ഞരും തമ്മിൽ നേരിട്ടുള്ള ആശയവിനിമയം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത്. ഒക്ടോബർ 18 വരെ ക്യാമ്പയിൻ തുടരുമെന്നും ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ജനങ്ങളുടെ ജീവിത സൌകര്യം മെച്ചപ്പെടുത്തുന്നതിനും വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനും ആവശ്യമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതുമായി ബന്ധപ്പെട്ട ഉന്നതതല യോഗത്തിൽ പങ്കെടുത്ത ശേഷം പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചതാണ് ഇക്കാര്യം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ 3 ദിവസത്തെ റഷ്യ സന്ദർശനത്തിനായി ഇന്ന് യാത്ര തിരിക്കും. നാളെ മോസ്കോയിൽ നടക്കുന്ന വ്യാപാരം, സാമ്പത്തികം, ശാസ്ത്രം, സാങ്കേതികം, സാംസ്കാരികം, സഹകരണം എന്നിവ സംബന്ധിച്ച ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ 26ാമത് സെഷനിൽ അദ്ദേഹം സഹ അധ്യക്ഷത വഹിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി ചർച്ച നടത്തുന്ന ശ്രീ ജയശങ്കർ ഇന്ത്യ റഷ്യ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യും. എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻഡിഎയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി സി.പി. രാധാകൃഷ്ണനെ പരിചയപ്പെടുത്തുകയും അദ്ദേഹത്തിന് ആശംസകൾ നേരുകയും ചെയ്തു. പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ എല്ലാ എംപിമാരും സി.പി. രാധാകൃഷ്ണനെ ഏകകണ്ഠമായി തിരഞ്ഞെടുക്കണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചതായി യോഗത്തിന് ശേഷം കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു മാധ്യമങ്ങളോട് പറഞ്ഞു. വിപണിയിലെത്തുന്ന സാധാരണക്കാർക്ക് ആശ്വാസം നൽകാൻ കഴിയണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് മന്ത്രി ജി.ആർ. അനിൽ. ഈ ലക്ഷ്യമാണ് സപ്ലൈകോയിലൂടെ നടപ്പിലാക്കുന്നതെന്നും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ സപ്ലൈകോയ്ക്ക് സാധിക്കുന്നതായും മന്ത്രി പറഞ്ഞു. ഈ മാസം 25 മുതൽ ഓണച്ചന്തകൾ ആരംഭിക്കും. സപ്ലൈകോ ശബരി ബ്രാൻഡിൽ 5 പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുന്ന ചടങ്ങ് എറണാകുളം ബോൾഗാട്ടി പാലസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. അരിപ്പൊടി, പായസം മിക്സ്, പഞ്ചസാര, ഉപ്പ്, പാലക്കാടൻ മട്ട എന്നിവയാണ് പുതിയ ഉൽപ്പന്നങ്ങൾ. ഒരു ഇടവേളയ്ക്ക് ശേഷം മാർക്കറ്റിനെ നന്നായി സ്വാധീനിക്കാൻ സപ്ലൈകോയുടെ ഈ ഓണക്കാലത്ത് കഴിഞ്ഞു എന്നതാണ് സന്തോഷം പകരുന്ന ഒരു കാര്യം. ഇതിന്റെ നഷ്ടലാഭത്തിന്റെ കണക്കുകളല്ല ഞങ്ങൾ പറയാറുള്ളത്. സപ്ലൈകോ നൽകുന്ന സേവന സർവീസ് മാർക്കറ്റിലെത്തുന്ന ലക്ഷോപലക്ഷം വരുന്ന സാധാരണക്കാരെ നന്നായി സഹായിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയാർന്ന പ്രവർത്തനം. ഓണത്തിന് മുന്നോടിയായി സപ്ലൈകോ വിൽപ്പനശാലകളിൽ ഈ മാസം 24 വരെ തിരഞ്ഞെടുത്ത സബ്സിഡി ഇതര ഭക്ഷ്യവസ്തുക്കൾ വില കുറച്ച് ലഭ്യമാക്കും. ഹാപ്പി അവേഴ്സ് എന്ന പേരിൽ ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 4 മണി വരെയാണ് ഉൽപ്പന്നങ്ങൾ 10% വരെ പ്രത്യേക വിലക്കുറവിൽ ലഭ്യമാക്കുന്നത്. വെളിച്ചെണ്ണ അടക്കമുള്ള ശബരി ഉൽപ്പന്നങ്ങൾ, സോപ്പ്, ശർക്കര, ആട്ട, സാനിറ്ററി നാപ്കിൻ തുടങ്ങിയവയ്ക്ക് അധിക വിലക്കുറവുണ്ടാകും. സംസ്ഥാനത്തെ ക്ഷീര കർഷകരുടെ ക്ഷേമം ഉറപ്പാക്കാനും ജനങ്ങൾക്ക് നല്ല ഇനം പാൽ ലഭ്യമാക്കാനും മിൽമ നിർണായക പങ്ക് വഹിച്ചതായി മന്ത്രി ജെ. ചിഞ്ചുറാണി. മിൽമ ഉൽപ്പന്നങ്ങളുടെ വിപണി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി മിൽമ പുറത്തിറക്കുന്ന മിൽമ കൌ മിൽക്ക് 1 ലിറ്റർ ബോട്ടിലിന്റെ ഉദ്ഘാടനവും പ്രകാശനവും തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഓണവിപണി ലക്ഷ്യമിട്ട് തിരുവനന്തപുരം മേഖലാ യൂണിയനാണ് മിൽമ കൌ മിൽക്ക് വിപണിയിലിറക്കുന്നത്. നാളെ മുതൽ പാൽ വിപണിയിലെത്തും. പാലിന്റെ തനത് ഗുണമേന്മയും സ്വാഭാവിക തനിമയും നിലനിർത്തുന്ന പ്രോട്ടീൻ സമ്പുഷ്ടമായ മിൽമ കൌ മിൽക്ക് 1 ലിറ്റർ ബോട്ടിലിന് 70 രൂപയാണ് വില. നെഹ്റു ട്രോഫി വള്ളംകളി കാണാൻ അവസരമൊരുക്കി കെഎസ്ആർടിസി ബഡ്ജറ്റ് ടൂറിസം സെൽ. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ. രവികുമാർ.
ആഗസ്റ്റ് 30 പുന്നമടക്കായൽ നടക്കുന്ന നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ നമ്മുടെ KSRTC പങ്കാളികളാവുന്നു. കളി കാണാൻ വള്ളംകളി പ്രേമികളെ എത്തിച്ചാണ് KSRTCയുടെ പങ്കാളിത്തം. വള്ളംകളി കാണാനുള്ള ടിക്കറ്റ് സഹിതമാണ് KSRTCയുടെ ഉല്ലാസയാത്രയിൽ പങ്കാളികളാകുന്നവർക്ക് നൽകുന്നത്. വിവിധ ഡിപ്പോകളിൽ വള്ളംകളി ടിക്കറ്റ് വിൽപ്പനയും KSRTC ആരംഭിച്ചു കഴിഞ്ഞു. മത്സരത്തിൽ പങ്കെടുക്കുന്ന വള്ളങ്ങളുടെ രജിസ്ട്രേഷൻ പുരോഗമിക്കുകയാണ്. ഇതുവരെ 39 വള്ളങ്ങൾ രജിസ്റ്റർ ചെയ്തു. രജിസ്ട്രേഷൻ വ്യാഴാഴ്ച സമാപിക്കും. ഇന്ന് വിദ്യാർത്ഥികൾക്കായി ആലപ്പുഴയിൽ കമന്ററി മത്സരവും ഒരുക്കിയിട്ടുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളിയോടനുബന്ധിച്ച് ഈ മാസം 30 ആലപ്പുഴ ജില്ലയിലെ ചേർത്തല, അമ്പലപ്പുഴ, കുട്ടനാട്, കാർത്തികപ്പള്ളി, ചെങ്ങന്നൂർ എന്നീ താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി അനുവദിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. പൊതുപരീക്ഷകൾ മുൻ നിശ്ചയപ്രകാരം നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗലക്ഷണങ്ങളോടെ 3 മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ 2 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച 9 വയസ്സുകാരിയുടെ സഹോദരനെയും പനി ലക്ഷണങ്ങളോടെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കുട്ടിയുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. കടുത്ത തലവേദന, പനി, ഛർദി, കഴുത്ത് തിരിക്കാനും വെളിച്ചത്തിലേക്ക് നോക്കാനും ബുദ്ധിമുട്ട് എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. മഴ സമയങ്ങളിൽ തീർത്ഥാടകർക്ക് തെന്നുവീണ് അപകടം സംഭവിക്കുന്നത് പതിവായതോടെ പമ്പ നീലിമല പാതയിൽ അപകടാവസ്ഥ ഒഴിവാക്കുന്നതിനായി അറ്റകുറ്റപ്പണികൾ തുടങ്ങി. കരിങ്കൽ പാതയിൽ തലയിടിച്ചു വീണ് ധാരാളം തീർത്ഥാടകർക്കാണ് സാരമായ പരിക്കുകളേറ്റിരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. കേന്ദ്ര സർക്കാരിന്റെ സ്വദേശി ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2021 നിർമ്മിച്ച പമ്പ സന്നിധാനം കരിങ്കൽ പാതയിൽ നീലിമല അപ്പാച്ചിമേട് പ്രദേശങ്ങളിലാണ് തീർത്ഥാടകർക്ക് വീണ് കൂടുതൽ പരിക്കേറ്റിരുന്നത്. മഴ സമയങ്ങളിൽ പലപ്പോഴും ഈ പാത അടച്ചിടേണ്ടിയും വന്നിട്ടുണ്ട്. പാതയ്ക്ക് 60 ഡിഗ്രിയിലധികം ചരിവുണ്ടായതാണ് ഈ പ്രദേശത്ത് അപകടങ്ങൾ കൂടാൻ കാരണമായിട്ടുള്ളത്. ഈ പാതയിലെ കരിങ്കൽ പാളികളിൽ യന്ത്രസഹായത്താൽ പരുക്കനാക്കിയാണ് അറ്റകുറ്റപ്പണികൾ നടത്തി സുരക്ഷിതമാക്കുന്നത്. രാജ്യത്ത് കർണാടക, ഗോവ ഉൾപ്പെടെ 6 സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്കുള്ള ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്തും ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം മുതൽ കോഴിക്കോട് വരെയുള്ള 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും കർണാടക തീരത്ത് നാളെ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ട്രെയിനുകളിൽ നടന്ന കവർച്ചാ കേസുകളിലെ പ്രതികളെ അതിവേഗം പിടികൂടി റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. ഓപ്പറേഷൻ യാത്രി സുരക്ഷയുടെ കീഴിലുള്ള ഏകോപിത പോലീസ് നടപടികളുടെ ഭാഗമായാണ് 24 മണിക്കൂറിനുള്ളിൽ കുറ്റവാളികളെ പിടികൂടുന്നതിനും മോഷ്ടിച്ച സ്വത്തുക്കൾ വീണ്ടെടുക്കുന്നതിനും സാധിച്ചത്. കോച്ചുകളുടെ വാതിലുകളിലും ഫുട്ബോർഡുകളിലും സഞ്ചരിക്കുന്ന യാത്രക്കാരെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തുന്ന കവർച്ചാ സംഘത്തെയാണ് തിരുവനന്തപുരം ഡിവിഷനിലെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് പിടികൂടിയത്. യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്നും ഫുട്ബോർഡ് യാത്ര ഒഴിവാക്കണമെന്നും യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകി. ദേശീയ നഗര ശുചിത്വ സർവേയിൽ മികച്ച മുന്നേറ്റം നടത്തിയ നഗരസഭകളെ ആദരിക്കുന്ന ശുചിത്വ പേരി 2025 പരിപാടി മന്ത്രി MP രാജേഷ് നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഹരിതമിത്രം 2.0യുടെ ഔദ്യോഗിക ലോഞ്ചിംഗും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശുചിത്വ ഗ്രേഡിംഗ് ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. രാജ്യത്തെ നഗര ശുചിത്വ സർവേയിൽ ഇക്കുറി കേരളത്തിലെ 8 നഗരങ്ങൾ ആദ്യ 100ലും 82 നഗരങ്ങൾ ആദ്യ 1000ലും ഇടം പിടിച്ചിരുന്നു. തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് രാത്രി 7 മണി മുതൽ നാളെ രാത്രി 10 മണി വരെ വിവിധ സ്ഥലങ്ങളിൽ ജലവിതരണം മുടങ്ങും. ശാസ്തമംഗലം, പൈപ്പിൻമൂട്, വെള്ളയമ്പലം, വഴുതക്കാട്, തൈക്കാട്, മേട്ടുക്കട, വല്യശാല, കൊച്ചാർ റോഡ്, ജഗതി എന്നീ സ്ഥലങ്ങളിൽ പൂർണ്ണമായും, ജവഹർ നഗർ, നന്ദൻകോട്, കുന്നുകുഴി, വഞ്ചിയൂർ വാർഡുകളിലും ഭാഗികമായും ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ വേണ്ട മുൻകരുതൽ സ്വീകരിക്കേണ്ടതാണെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരമ്പര മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയുടെ 125ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നരേന്ദ്രമോദി ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും ഈ മാസം 29 വരെ പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. വർഷകാല സമ്മേളനം നടക്കുന്ന പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇന്നും നടപടികൾ തടസ്സപ്പെട്ടു. ഇരുസഭകളും 2 മണിവരെ പിരിഞ്ഞു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ സപ്ലൈകോയ്ക്ക് സാധിക്കുന്നുണ്ടെന്ന് മന്ത്രി GR അനിൽ. കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കർശന ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി ആരോഗ്യവകുപ്പ്.
സംസ്ഥാനത്തെ ക്ഷീര കർഷകരുടെ ക്ഷേമം ഉറപ്പാക്കാനും ജനങ്ങൾക്ക് ഗുണനിലവാരമുള്ള പാൽ ലഭ്യമാക്കാനും മിൽമയ്ക്ക് നിർണായക പങ്ക് വഹിക്കാൻ കഴിഞ്ഞതായി മന്ത്രി ജെ ചിഞ്ചുറാണി. രാജ്യത്ത് 6 സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്കുള്ള ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്തും ശക്തമായ മഴ തുടരും. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.